ഞാനൊരു ബീൻസ് മെഴുക്ക് പുരട്ടി വെക്കാൻ പോവുകയാണേ. ബീൻസ് കഴുകി വെച്ചിട്ടുണ്ട്, പച്ചമുളക്, സവോള. ഇനി ബീൻസ് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ബീൻസ് മെഴുക്ക് പുരട്ടി കരിയുന്നത്? ഇങ്ങനെ മുറിച്ചിട്ടല്ലേ? ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ബീൻസ് ഇങ്ങനെ ഒന്നും കൂടെ അരിയും. ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങനെയായിരുന്നു മെഴുക്ക് പുരട്ടി വെക്കുന്നത്. ഇങ്ങനെ ഒന്നും കൂടെ കീറിയിട്ട് കറി വെക്കുവാണെങ്കിൽ നല്ല ഇതായിട്ടേ മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റാവും. എരിവൊക്കെ പിടിച്ച് മുറിച്ചിടുന്നതിനെക്കാട്ടിലും രുചിയാണ്. ഇങ്ങനെ മുറിച്ചിട്ടാണ് ഞങ്ങൾ മെഴുക്ക് പുരട്ടി വെക്കുന്നത്. പയറ് മുഴുവനും അരിഞ്ഞു. അപ്പം നമ്മൾ ബീൻസ് അരിഞ്ഞ് അതിലേക്ക് സവോളയും പച്ചമുളകും തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾ പൊടി ചേർക്കാവേ. ശകലം മഞ്ഞൾ പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാവേ. ചട്ടി വെച്ചു, എണ്ണ ചൂടായി, അതിനകത്തേക്ക് അല്പം കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വത്തൽമുളക് ഇടാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്കതിലേക്ക് ബീൻസിന് എല്ലാം കൂടെ അരിഞ്ഞ് കൂട്ടി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. വെക്കുന്നതാണ് നമ്മൾ നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇളക്കി മിക്സാക്കി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം. മെഴുക്ക് പുരട്ടി റെഡിയായി വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തോർന്ന് വരണം. റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ മെഴുക്ക് പുരട്ടി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കേട്ടോ.